25-26 അക്കാഡമിക് ഇയറിൽ CBSE ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവരോടാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ബേസിക് റിക്വയർമെന്റ്സിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടീസ് CBSE വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടവർക്ക് താഴെ ലിങ്ക് സാർ കൊടുക്കുന്നതായിരിക്കും. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റ്സിന്റെ ഒരു വീഡിയോ CBSE 10 ചാനലിൽ ഹരി സാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 റിക്വയർമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നാമതാണ് 75% എങ്കിലും നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു റെഗുലർ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 75% എങ്കിലും അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. രണ്ടാമതൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റേണൽ അസസ്മെന്റിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ പ്രൊജക്ട് വർക്കും കുറേ കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ബേസിൽ ഒരു 2 ഇയർ ലോങ് പ്രോസസ്സാണ്. ഇതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഒരു ഇന്റേണൽ അസസ്മെന്റ് നടക്കുന്നതായിരിക്കും. ഈ ഇന്റേണൽ അസസ്മെന്റിൽ നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് CBSE മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്റേണൽ അസസ്മെന്റ് ഇൻ ദ സെൻസ് നിങ്ങൾ ചിന്തിക്കുക, അത് പറ്റില്ല, ഫെയിൽ ആയി പോയി, നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എസെൻഷ്യൽ റിപ്പീറ്റ് കാറ്റഗറിയിലായിരിക്കും പിന്നീട് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാവുക. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ആർ CBSE 10 എക്സാമിനർ ചാനലിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കണ്ടുവെക്കാം. അത് പോലെ തന്നെ നോട്ടീസിന്റെ ഒരു കൃത്യമായിട്ടുള്ള ലിങ്ക്, അത് ഈ ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ള ലിങ്ക് സാർ ഇതിന്റെ താഴെയും കൂടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് വായിച്ചു വെക്കുക, മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബേസിക് റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാത്രം എക്സാം എഴുതാൻ പോകുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് സാറിന് എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ.